ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഗംഭീര ടെസ്റ്റാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോൾ റേഷൻ വന്നിട്ടുണ്ട്. റേഷൻ്റെ അകത്ത് എല്ലാം തന്നെ ഇവിടെ ബിഗ് ബാങ് വീക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നെവിൻ അവിടെ എല്ലാം തന്നെ തപ്പി പെറുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ സാധനം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഒപ്പം വന്ന് നോക്കുന്നുണ്ട്. 15,000 രൂപയുടെ ചെക്കാണ് അത്. എന്തായാലും ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ വണ്ടറടിച്ചിരിക്കുകയാണ്. നെവിൻ അത് ആർക്ക് കൊടുക്കുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞാനല്ലേ ക്യാപ്റ്റൻ, ഞാൻ പിടിച്ചു വെച്ചാളും എന്നുള്ള രീതിയിൽ നൂറ പറയുന്നുണ്ട്. അവസാനം അത് നെവിൻ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വലിയ മണ്ടത്തരമാണ് കാണിച്ചിട്ടുള്ളത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞതിന് ശേഷം കൊടുത്താൽ പോരെ. അപ്പോൾ എന്തായാലും നൂറ പറഞ്ഞപ്പോൾ തന്നെ നെവിൻ തിരിച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു അറിയിപ്പ് വരുന്നുണ്ട്. ഇപ്പം ആരുടെ കയ്യിലാണ് അതുള്ളത് അവർക്ക് ഈ ഒരു 15,000 രൂപ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നെവിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് അത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ കൊടുത്തതല്ലേ, ബിഗ് ബോസ് ഒന്ന് പറയൂ എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നെവിനെ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നു. എന്തായാലും നെവിൻ ആ ഒരു 15,000 രൂപ അക്ബറിനാണ് കൊടുത്തിട്ടുള്ളത്. അക്ബർ എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷം ഇതൊക്കെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നു ആലോചിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അക്ബർ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ ഉറപ്പായിട്ടും തരൂടാ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. കാരണം ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഗെയിമിൽ നെവിൻ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അക്ബറിന് ആ പൈസ കിട്ടും. അത് തന്നെ നല്ലൊരു കാര്യമല്ലായിരുന്നു. അക്ബർ എന്തായാലും ആ ഒരു രീതിയിലുള്ളൊരു ഡിസിഷൻ എടുത്തു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഈ ഒരു 15,000 രൂപ പുറത്തിറങ്ങിയതിന് ശേഷം അക്ബർ കൊടുക്കുകയോ ഇല്ലയോ, അതേപോലെ തന്നെ ഇനി വരുന്ന ടാസ്കിൽ നെവിൻ അക്ബറിനെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സഹായിക്കാനുള്ള ചാൻസ് ഇപ്പോൾ കുറവായിട്ടാണ് കാണുന്നത്. കാരണം അക്ബർ ആ ഒരു രീതിയിലുള്ള ഒരു വർത്തമാനവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കിടിലം സർപ്രൈസുമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വന്നിട്ടുണ്ടായിരുന്നത്.